പേപ്പർ 2 എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് പേപ്പർ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ്, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ്. അതുകൂടാതെ നിങ്ങൾ 99% ചാൻസസ് ഒബ്ജക്റ്റീവ് ആയിരിക്കാനാണ് സാധ്യത. ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഏറെ നാളായിട്ട് കാത്തിരുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി പോസ്റ്റിൻ്റെ നോട്ടിഫിക്കേഷൻ 29 തീയതി വന്നിരിക്കുകയാണ്. അതുകൂടാതെ ആ എക്സാമിൻ്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്, പ്രിലിമിനറി മെയിൻസും ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ്സും PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ മെയിൻ എക്സാമിനേഷൻ്റെ സിലബസും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സിലബസ് ആണ്. ഓക്കെ, സോ ഇവിടെ ഇതാണ് ആ ഒരു സിലബസിൻ്റെ ഫസ്റ്റ് പേജ്. 2 പേപ്പർ ഉണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ 200 മാർക്കിൻ്റെ 2 പേപ്പറാണ് ഈ ഒരു മെയിൻ എക്സാമിനേഷൻ സ്റ്റേജിൽ ഉണ്ടാവുക. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എക്സാമിൻ്റെ നമുക്കറിയാം ഗസറ്റഡ് പോസ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു രീതിയിലുള്ള 200 മാർക്കിൻ്റെ ഒരു എക്സാമിനേഷൻ സ്കീം അവർ പ്രപ്പോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അപ്പോൾ പേപ്പർ 1 എന്ന് പറയുമ്പോൾ ജനറൽ സ്റ്റഡീസ് ആണ്. അപ്പോൾ നമുക്കറിയാം ജനറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണയുള്ള ഡിഗ്രി ലെവൽ മെയിൻ എക്സാംസിൻ്റെ ഒക്കെ ഓൾമോസ്റ്റ് സിമിലർ സിലബസ് ആണ് വരുന്നത്. സ്പെഷ്യൽ ടോപ്പിക്സ് ഒഴികെ ബാക്കിയുള്ള ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. ജനറൽ സ്റ്റഡീസിൽ 100 മാർക്സിനാണ് ജനറൽ സ്റ്റഡീസ് ഉണ്ടാവുക. ഓക്കെ, ഇനി രണ്ടാമത് പേപ്പർ 2 ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം സാധാരണ രീതിയിലുള്ള ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാമിനെല്ലാം സ്പെഷ്യൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞ് ആ ഒരു 100 മാർക്സിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ് സാധാരണ രീതിയിൽ നടക്കുന്നത്. പക്ഷേ ഇതൊരു ഗസറ്റ് തസ്തിക ആയതുകൊണ്ട് തന്നെ പേപ്പർ 2 എന്ന് പറഞ്ഞ് ഒരു സെപ്പറേറ്റ് പേപ്പർ തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ ഗവേണൻസ് ആൻഡ് ഡെവലപ്മെന്റ് 100 മാർക്കിൻ്റെ ഒരു പേപ്പർ ആയിട്ടാണ് ഇവർ ഈ ഒരു പേപ്പർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു സിലബസ് ബ്രേക്കപ്പും അതുകൂടാതെ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു അനാലിസിസും നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഒരു സിലബസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി പ്രിലിമിനറിയുടെ സിലബസും അതുപോലെ തന്നെ ഇത് മെയിൻസിൻ്റെ പേപ്പർ 1ൻ്റെ സിലബസുമാണ്. ഓക്കെ, സോ ഇത് രണ്ടും നിങ്ങൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നോക്കുക, പ്രിലിമിനറി എക്സാമിനേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, ഇക്കണോമി ഉണ്ട്, അതുകൂടാതെ പൊളിറ്റി ഉണ്ട്. ഓക്കെ, സോ ഹിസ്റ്ററിയിൽ നിന്ന് 10 മാർക്ക്, ജോഗ്രഫിയിൽ നിന്ന് 5 മാർക്ക്, ഇക്കണോമിക്സിൽ നിന്ന് 5 മാർക്ക്, അതുകൂടാതെ പൊളിറ്റി പോർഷനിൽ നിന്ന് സിവിക്സും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും അടങ്ങുന്ന പൊളിറ്റി പോർഷനിൽ നിന്ന് 10 മാർക്ക്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രേക്കപ്പ് വന്നിരിക്കുന്നത് പ്രിലിമിനറിയിൽ. അതുകൂടാതെ നമ്മൾ പഠിക്കേണ്ടത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറും ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ് 10 മാർക്കും, കമ്പ്യൂട്ടറിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസുമാണ് ഉണ്ടാവുക. അതുകൂടാതെ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിൽ നിന്ന് 10 മാർക്കും മാത്സും ഇംഗ്ലീഷും 20 മാർക്ക് വെച്ചാണ് ഈ ഒരു സിലബസ് ബ്രേക്കപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഡിഗ്രി ലെവൽ പ്രിലിമിനറി അറ്റൻഡ് ചെയ്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതേ സിലബസ് പാറ്റേൺ തന്നെയാണ് ഇതിന് മുന്നേയും നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ മെയിൻ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സെക്രട്ടറി എന്നുള്ള ഒരു പെർട്ടിക്കുലർ എക്സാമിന് പേപ്പർ 1ലാണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ പേപ്പർ 1ലാണ് ഈ ഒരു ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ മറ്റൊരു പേപ്പർ, സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പേപ്പർ ഫണ്ടമെന്റൽസ് ഓഫ് ലോക്കൽ സെൽഫ് ഗവേണൻസ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പേപ്പർ കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ 1 ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പർ 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം പ്രിലിമിനറിയുടെ ഏകദേശം 75%ഓളം കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ ആൻഡ് സ്പോർട്സ്, അതുപോലെ കമ്പ്യൂട്ടർ, ഈ 2 ടോപ്പിക്സ് ഒഴികെ ബാക്കി എല്ലാ ടോപ്പിക്സും ഇവിടെ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഇവിടെ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ ആപ്ലിക്കേഷൻ ബേസിസ് ആണ് വരുന്നത്. ഇവിടെ പ്യുവർ സയൻസ് ആണ് പറയുന്നത്. ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത്, ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി. ജനറൽ സയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ജനറൽ സയൻസ് ആണ് ഇവിടെ പറയുന്നത്. അവിടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ സ്പേസ് ടെക്നോളജി, നാനോ ടെക്നോളജി, ബയോടെക്നോളജി അങ്ങനെയുള്ള ഒരു മേഖലയാണ് ഇവിടെ ഈ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ പ്രതിപാദിക്കുന്നത്. ബാക്കി എല്ലാ രീതിയിലും നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു സിലബസ് പാറ്റേൺ ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും. ഹിസ്റ്ററി പ്രിലിമിനറിയിലും 10 മാർക്കിന് തന്നെയായിരുന്നു. മെയിൻ സ്റ്റേജിലേക്ക് വരുമ്പോഴും 10 മാർക്കിൻ്റെ തന്നെ ഒരു സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ജോഗ്രഫി പ്രിലിമിനറി 5 മാർക്കാണെങ്കിൽ മെയിൻസിലേക്ക് വരുമ്പോൾ 10 മാർക്കിൻ്റെ ജോഗ്രഫി ഉണ്ട്. പിന്നെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്കിനാണ് പ്രിലിമിനറിയിൽ വന്നിട്ടുള്ളതെങ്കിൽ മെയിൻ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും അത് 15 മാർക്കിനുള്ള ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി സ്പെഷ്യൽ പേപ്പർ 2ലും ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. ഇനി എക്കണോമിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എക്കണോമിക്സ് സെപ്പറേറ്റ് പേപ്പർ 2ലാണ് എക്കണോമിക്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ അതുകൂടാതെ ജനറൽ സയൻസ് ഉണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സിന് 15 മാർക്ക് വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതിന് മുന്നേ നടന്ന ഡിഗ്രി ലെവൽ മെയിൻസ് എഴുതിയ ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. പ്യുവർ ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റാദർ അത് ഒഴിച്ചു കഴിഞ്ഞാൽ
റദർ ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറണ്ട് അഫയേഴ്സും നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ MEM മലയാളം, ഇംഗ്ലീഷ്, മാത്സ് 10 മാർക്ക് വെച്ചിട്ടുള്ള ഒരു 3 സ്റ്റേജ് 3 ലെവലായിട്ട് ഇത് തന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് പേപ്പർ 1, അതായത് ജനറൽ സ്റ്റഡീസിൻ്റെ പേപ്പർ 1. മെയിൻ സ്റ്റേജിലേക്ക് വരുമ്പോഴത്തേക്കും പേപ്പർ 1 ഇതാണ്. പേപ്പർ 2 ആണ് നമ്മളിപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പോകുന്നത്. പക്ഷേ ഈ ഒരു പേപ്പർ 1ഉം ഈ പ്രിലിമിനറി സിലബസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രിലിമിനറി ഏകദേശം ഒരു ഏപ്രിൽ ടു ജൂൺ കാലഘട്ടത്തിലാണ് നടക്കുക എന്ന് PSC അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഗസ്റ്റ് ടു ഒക്ടോബർ കാലഘട്ടത്തിലാണ് മെയിൻസ് നടക്കുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രിലിമിനറിക്ക് വേണ്ടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൻ്റെ ഏകദേശം 75% നിങ്ങൾക്ക് അവിടുന്ന് തന്നെ കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ്. അതുകൂടാതെ നിങ്ങൾ മെയിൻസിൻ്റെ സെക്കൻഡ് പേപ്പറോടെ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, സോ ഇത് പഠിക്കുന്ന ടെക്നിക്കും രീതികളും പഠിക്കേണ്ട സോഴ്സസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുന്നേ നമുക്ക് സിലബസ് കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് ഈ ഒരു പേപ്പർ 1ൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ പേപ്പർ 1ൽ ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്കറിയാം 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് പേപ്പർ 1ലുള്ളത്. കേരള ഹിസ്റ്ററി ഉണ്ട്. കേരള ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ നമുക്ക് ഏൻഷ്യൻറ്റ്, മിഡീവൽ ആ ഒരു ടൈം പീരീഡ് ഒന്നും പഠിക്കേണ്ട. അറൈവൽ ഓഫ് യൂറോപ്യൻസ്. ഓക്കെ, സോ ആ യൂറോപ്യൻസിൻ്റെ അറൈവൽ തൊട്ട് ഏകദേശം ഒരു 15th സെഞ്ചുറി അല്ലെങ്കിൽ 16th സെഞ്ചുറി ആ ഒരു കാലഘട്ടം തൊട്ട് പോർച്ചുഗീസ്, ഡച്ച്, ബ്രിട്ടീഷേഴ്സ് അവരുടെ ആ ഒരു കാലഘട്ടം തൊട്ടുള്ള ഒരു ഹിസ്റ്ററിയാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ തന്നിട്ടുള്ളത്. അതുകൂടാതെ ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് ട്രാവൻകൂർ, തിരുവിതാംകൂറിൻ്റെ ഹിസ്റ്ററി, സോഷ്യോ റിലീജിയസ് റിഫോം മൂവ്മെൻറ്റ്സ്, അതുപോലെ തന്നെ കേരളത്തിൻ്റെ നാഷണൽ മൂവ്മെൻറ്റ്, ഓക്കെ, ഫോർ ഇൻഡിപെൻഡൻസ്, യുണൈറ്റഡ് കേരള മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ 1956 ശേഷമുള്ള കാലഘട്ടം. അപ്പോൾ നമ്മൾ ഇത്രയും നാളായിട്ട്, അതായത് ഇത്രയും കാലത്തിലും നമ്മൾ ഡിഗ്രി പ്രിലിംസ്, അതുപോലെ തന്നെ ഡിഗ്രി മെയിൻസ്, അതിനുവേണ്ടി പഠിക്കുന്ന അതേ ടോപ്പിക്സ് ഒക്കെ തന്നെയാണ് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അതും ഏകദേശം ഒരു മോഡേൺ പീരീഡിൽ തൊട്ട് തന്നെയാണ്, അതായത് ഫോറിനേഴ്സിൻ്റെ അഡ്വൻറ്റ് തൊട്ട് തന്നെയാണ്, എസ്പെഷ്യലി ബ്രിട്ടീഷേഴ്സിൻ്റെ അഡ്വൻറ്റ് തൊട്ട് തന്നെയാണ് ഈ ഒരു ഹിസ്റ്ററി ചോദിച്ചിരിക്കുന്നത്. ഇനി വേൾഡ് ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം റെവല്യൂഷൻസ്, ഓക്കെ, റെവല്യൂഷൻസ് ഇൻ ഇംഗ്ലണ്ട്, അമേരിക്കൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ, റഷ്യൻ റെവല്യൂഷൻ, ചൈനീസ് റെവല്യൂഷൻ, അതുപോലെ തന്നെ വേൾഡ് വാർ 1, 2 അത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ്, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഇനി ജോഗ്രഫീനെ പറ്റി പറയുകയാണെങ്കിൽ ഫിസിക്കൽ ജോഗ്രഫി, ജനറൽ ആയിട്ടുള്ള ഫിസിക്കൽ ജോഗ്രഫി തന്നിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കൽ ജോഗ്രഫി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫിയും തന്നിട്ടുണ്ട്. അതുകൂടാതെ കേരള ജോഗ്രഫിയും തന്നിട്ടുണ്ട്. ഓക്കെ, സോ ജോഗ്രഫിയിൽ നിന്നും 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുക. ഇനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, സോ 15 മാർക്കിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡെവലപ്മെൻറ്റ്സും, അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അമെൻമെൻറ്റ്സും, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ, സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഒക്കെയാണ് ഇവിടെ മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ലക്ഷ്മികാന്ത് എന്നുള്ള ബുക്കിൽ കവർ ചെയ്യാൻ പറ്റുന്ന പോർഷൻസ് ആണ് ഇതിൽ മെയിനായിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് പഠിക്കാനുള്ളത് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ജനറൽ സയൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതും കോംപ്രിഹെൻസീവ് ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്റ്റിൽ ഏകദേശം ജനറൽ സയൻസ് ബാക്കി എല്ലാ എക്സാംസും PSC ചോദിക്കുന്ന എക്സാംസിനെ പോലെ തന്നെ ജനറൽ സയൻസിൽ നിന്ന് ഏകദേശം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടുള്ള ഒരു സിലബസ് പാറ്റേൺ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ നമുക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ കറണ്ട് അഫയേഴ്സ് ഉണ്ട് 15 മാർക്കിൻ്റെ, ഏകദേശം ഒരു 1.5 to 2 ഇയേഴ്സ് കറണ്ട് അഫയേഴ്സ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പഠിക്കാതെ എന്താ പറയുക, 15 മാർക്കാണ്. സോ ഇറ്റ് ഈസ് എ ഡിറ്റർമൈനിങ് തിങ്. ഓക്കെ, സോ ആ ഒരു കറണ്ട് അഫയേഴ്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അതിനുശേഷം MEM, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം. ഓക്കെ, സോ ഇത്രയാണ് ജനറൽ സ്റ്റഡീസ് പേപ്പർ 1ൽ വരുന്നത്. അപ്പോൾ പേപ്പർ 1 ഏകദേശം നിങ്ങൾക്ക് ഈസി ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഫ്രഷേഴ്സ് അല്ലെങ്കിൽ പോലും ഈ ഒരു കഴിഞ്ഞ ഒരു 1-2 വർഷത്തിനിടയ്ക്ക് ഒരുപാട് എക്സാംസ്, ഡിഗ്രി പ്രിലിംസ്, ഡിഗ്രി മെയിൻസ് എന്നുള്ള രീതിയിൽ ഒരുപാട് എക്സാംസ് കണ്ടക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആ ഒരു എക്സാംസിലെല്ലാം കോമൺ ആയിട്ടുള്ള ഒരു സിലബസ് പാറ്റേൺ ആണ് ഇവിടെ പേപ്പർ 1ൽ കൊടുത്തിരിക്കുന്നത്. ഇനി പേപ്പർ 2ലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെയാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു മെൻഷൻ വേണ്ടി വരിക. ഓക്കെ, സോ പേപ്പർ 2ലേക്ക് വരുമ്പോഴത്തേക്കും സ്പെസിഫിക് ആയിട്ടുള്ള മെൻഷൻ വരണം. കാരണം 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി PSC ഇത് ഒബ്ജക്റ്റീവ് ആണോ ഡിസ്ക്രിപ്റ്റീവ് ആണോ എന്നുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് തന്നെ 99% ചാൻസസ് ഒബ്ജക്റ്റീവ് ആയിരിക്കാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്. ഓക്കെ, ഇനി ഡിസ്ക്രിപ്റ്റീവ് ആണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു മെൻറ്റർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ ഈ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മാർക്സ് ആൻഡ് ഡീറ്റെയിൽഡ് സിലബസ് തന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും
പേപ്പർ 1ലുള്ള 2 പോർഷൻസ് ഇന്ത്യൻ പൊളിറ്റിയും ഇന്ത്യൻ എക്കണോമി ഇവിടെ വീണ്ടും റിപ്പീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു സിലബസ് ബ്രേക്കപ്പ് നിങ്ങൾ നോക്കിയേ. ഇവല്യൂഷൻ ഓഫ് ഇന്ത്യൻ പൊളിറ്റി, ഫീച്ചേഴ്സ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, മേജർ ഇവൻറ്റ്സ് ആൻഡ് ലീഡേഴ്സ് ഓഫ് ദ നാഷണൽ മൂവ്മെൻറ്റ്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷൻ, ഫോർമേഷൻ ഓഫ് ഇന്ത്യൻ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഫോർമേഷൻ, കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ആർക്കിടെക്ട്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ലോക്കൽ സെൽഫ് ഗവേണൻസ് ആൻഡ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള പൊളിറ്റിയിലെ കാര്യങ്ങളാണ് മെയിനായിട്ടും. അതായത് ഇന്ത്യൻ ഗവേണൻസ് സിസ്റ്റം, അതായത് ഇന്ത്യയുടെ ഒരു പാർലമെൻ്ററി സിസ്റ്റം എന്നുള്ള ഒരു പാർലമെൻ്ററി സിസ്റ്റം എങ്ങനെ ഇവോൾവ് ആയി, അതിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് എന്തൊക്കെ, അതുപോലെ തന്നെ ഈ ഒരു 3 ടയർ മെക്കാനിസത്തിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റിയിൽ 15 മാർക്കിൽ കവർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും, പേപ്പർ 1ൽ 10 മാർക്കിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഇവിടെ പേപ്പർ 2ൽ 15 മാർക്കിൻ്റെ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി എന്നുള്ള ഒരൊറ്റ പോർഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം 25 മാർക്സിൻ്റെ ഒരു കവറേജ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുകൂടാതെ പ്രിലിമിനറിയിലും നിങ്ങൾക്ക് 10 മാർക്കിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇന്ത്യൻ പൊളിറ്റി എന്നുള്ള ഒരു പോർഷൻ അതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കേണ്ട ഒരു പോർഷൻ തന്നെയാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റിയുടെ ഏറ്റവും വലിയൊരു ആഡഡ് അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ 100% ആക്യുറസിയോടുകൂടി നിങ്ങൾക്ക് എല്ലാ ഉത്തരങ്ങളും കിട്ടുന്ന ഒരു സബ്ജക്റ്റാണ് ഇന്ത്യൻ പൊളിറ്റി. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100%, അതായത് ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ പൊളിറ്റി. അതുകൊണ്ട് തന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഇന്ത്യൻ പൊളിറ്റി. പേപ്പർ 1ൽ 15 മാർക്സും അതുപോലെ തന്നെ പേപ്പർ 2ൽ 15 മാർക്സും. സോറി, ഞാനിവിടെ 25 മാർക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതൊരു മിസ്റ്റേക്ക് ആണ്. പേപ്പർ 1ൽ ആക്ച്വലി 15 മാർക്സിൻ്റെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊരു ഇതുണ്ട്. പേപ്പർ 2ൽ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറഞ്ഞ് 15 മാർക്സിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം 30 മാർക്സ്, 2 പേപ്പറിലും കൂടി 200ൽ 30 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു മേജർ ചങ്ക് ഓഫ് യുവർ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, 15%ഓളം ഒരു മേജർ ചങ്ക് നിങ്ങൾ കവർ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ലക്ഷ്മികാന്തും അതുപോലെ തന്നെ പൊളിറ്റിയെ പറ്റി അധികം ധാരണയില്ലാത്ത ആൾക്കാരാണ് ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങൾക്ക് ഒരു 6 to 7 മന്ത്സ് എന്തായാലും പ്രിപ്പയർ ചെയ്യാൻ കിട്ടും. ആ ഒരു ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് പൊളിറ്റി ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി രണ്ടാമത് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇന്ത്യൻ ഇക്കണോമിയാണ്. ഇവിടെ നോക്കിയേ, ഇന്ത്യൻ ഇക്കണോമി എന്ന് പറയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക് സ്റ്റഡി പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ UPSC പഠിക്കുകയാണെങ്കിൽ നമ്മൾ മോണിറ്ററി പോളിസി, ഫിസ്ക്കൽ പോളിസി, എക്സ്റ്റേണൽ സെക്ടർ, അതുപോലെ തന്നെ നാഷണൽ ഇൻകം അക്കൗണ്ടിങ്, ഇങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ പഠിക്കാനുള്ളത് ഇന്ത്യൻ ഇക്കണോമിയിൽ. പക്ഷേ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഇക്കണോമിയുടെ കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആണ് ഇവിടെ മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഈസ് മെയിൻലി ഇമ്പാക്ട് ഓഫ് കൊളോണൈസേഷൻ. അപ്പോൾ ഇമ്പാക്ട് ഓഫ് കൊളോണൈസേഷൻ നമുക്കറിയാം, ഡ്രെയിൻ ഓഫ് വെൽത്തും അതുപോലെ തന്നെ ഇക്കണോമിക് എന്താ പറയുക, ഡിസെംപവറിഷ്മെൻറ്റോ ഒക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഡ്യൂറിങ് ദ ബ്രിട്ടീഷ് റൂൾ ഇന്ത്യൻ എക്കണോമി എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് ഇന്ത്യൻ പീപ്പിൾ ആൻഡ് സൊസൈറ്റി. അപ്പം ആദ്യത്തെ 3 പോർഷനും ആ ഒരു ബ്രിട്ടീഷ് റൂളിൽ പ്രീ 1947 പീരിയഡ് ആണ് പറയുന്നത് ഇക്കണോമി. അതിനുശേഷമുള്ള ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പം അതിനുശേഷമുള്ള ഇന്ത്യയുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1991 വരെ നമുക്കറിയാം നമ്മുടെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു എക്കണോമി ആയിരുന്നു. 1991 ശേഷം ഏകദേശം നമുക്കൊരു 2017 വരെയുള്ള ഒരു പീരീഡ് എടുത്തു കഴിഞ്ഞാൽ പ്ലാൻഡ് ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് തന്നെയായിരുന്നു. പിന്നെ പ്ലാനിങ് എന്നുള്ള ഒരു പ്രോസസ്സ് 2017 ആയപ്പോഴത്തേക്കും 12th 5-year പ്ലാനോട് കൂടി എൻഡ് ചെയ്യാനുള്ളത്. പിന്നെ 2015 നീതി ആയോഗ് വന്നു. ഓക്കെ, സോ അതൊക്കെയാണ് ഇന്ത്യൻ ഇക്കണോമിയിൽ നടന്നിരിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്. ഓക്കെ, സോ പ്ലാനിങ് കമ്മീഷൻ, അതുപോലെ തന്നെ 5-year പ്ലാൻസ്. ഇവിടെ പ്ലാനിങ്ങിന് വളരെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. ഓക്കെ, എത്രത്തോളം ഇന്ത്യൻ ഇക്കണോമിയിൽ പ്ലാനിങ് ഇമ്പോർട്ടൻസ് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ലിബറലൈസേഷൻ 1991 വന്ന പോളിസീസ്, ഇമ്പാക്ട് ഓഫ് എക്കണോമിക് ലിബറലൈസേഷൻ പോസ്റ്റ് 1991, എന്തൊക്കെ ആയിരുന്നു ഇന്ത്യയുടെ ഗ്രോത്ത് എന്നുള്ളത്. ദെൻ കോൺട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ്, നമുക്കറിയാം പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടെർഷ്യറി സെക്ടർ. അപ്പോൾ ഈ സെക്ടേഴ്സൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ ഇക്കണോമിയിലേക്ക് എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും എന്താ പറയുക, ബ്രീഫ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് നമുക്ക് ഇന്ത്യൻ ഇക്കണോമിയിലുള്ളത്. പക്ഷേ 15 മാർക്കിന് ഇത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്ലാനിങ്, അതുപോലെ തന്നെ ഇന്ത്യൻ ഇക്കണോമിക് ഗ്രോത്ത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്, പ്രത്യേകിച്ചും 5-year പ്ലാൻസ് എടുത്ത് ഓരോ എന്താ പറയുക, ഓരോ സെക്ടർ തിരിച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഇക്കണോമിയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു ഇക്കണോമിയും പൊളിറ്റിയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇക്കണോമി നിങ്ങൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിലിമിനറിയിലും നിങ്ങൾക്ക് എക്കണോമി പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ പ്രിലിമിനറിയുടെ സിലബസ് എടുത്ത് വെച്ചിട്ട് ആ ഒരു എക്കണോമി പഠിക്കുക. അതുപോലെ തന്നെ മെയിൻസിലും ഈ ഒരു കാര്യം പഠിക്കുക. ഓക്കെ, മെയിൻസിൽ എക്കണോമി പക്ഷേ ഭയങ്കര ഒരുപാട് ഡെപ്തിലൊന്നും ചോദിക്കുന്നില്ല.
പക്ഷേ ബ്രീഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ അർബൻ ഗവേണൻസ് ഉണ്ട്. ഓക്കെ, സോ റൂറൽ ഡെവലപ്മെന്റ് ഗ്രാമവികസനം, അതുപോലെ തന്നെ അർബൻ ഗവേണൻസും നഗരകാര്യം, പിന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഇവിടെ വീണ്ടും പ്ലാനിങ് വരുന്നുണ്ട്. ഓക്കെ, നമ്മൾ എക്കണോമിയിൽ പ്ലാനിങ് പഠിച്ചു ഡീറ്റെയിൽഡ് ആയിട്ട്, പക്ഷേ ഇവിടെ വീണ്ടും ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെയാണ് നമ്മൾ കേരള സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻസ് പഠിക്കുന്നത്. ഓക്കെ, സോ കേരള സ്പെസിഫിക് ആയിട്ടുള്ള പോർഷൻസ്, ഫോർ എക്സാമ്പിൾ കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റ്, കേരളാസ് മോഡൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങിലാണ് പഠിക്കുന്നത്. അതുകൂടാതെ ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെന്റും, അതുകൂടാതെ ഇ ഗവേണൻസ് എന്നുള്ള ഒരു ടോപ്പിക്കും. ഈ ഗവേണൻസ് എന്നുള്ള ടോപ്പിക്കൊക്കെ നമ്മൾ പ്രിലിംസിൽ സിവിക്സ് എന്നുള്ള ഒരു പോർഷനിൽ ഏകദേശം നമ്മൾ കവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സിലബസ് തന്നിട്ടുണ്ടെങ്കിലും ഇതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ടെഡിയസ് ആയിട്ടുള്ള ഒരു സിലബസ് അല്ല. ഇഫ് യു ആർ ഡിറ്റർമിൻഡ് ടു ക്രാക്ക് ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി പോസിബിൾ. ഓക്കെ, സോ അതാണ് ഈ ഒരു സിലബസ് കാണുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കാരണം നല്ല പ്ലാൻഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടോപ്പ് 100 റാങ്കിലേക്ക് നിങ്ങൾക്ക് എത്താൻ ഉള്ള മാർക്ക് ഈ ഒരു 2 പേപ്പറിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, സോ ഈ ഒരു റൂറൽ ഡെവലപ്മെന്റും അതുപോലെ തന്നെ അർബൻ ഗവേണൻസ് നമുക്ക് നോക്കാം. റൂറൽ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടും നിങ്ങൾ റൂറൽ ഡെവലപ്മെന്റ് വരുമ്പോൾ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പുറത്തിറങ്ങിയിട്ടുള്ള സ്കീംസ്, അതുപോലെ തന്നെ അതിൻ്റെ ഇംപ്ലിമെന്റേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെ കുറച്ച് ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയാം. അതായത് റൂറൽ ഡെവലപ്മെന്റിൽ ഇതിന് മുന്നേ ഉള്ള സ്കീംസ് എന്തൊക്കെയാണ്, അതിൻ്റെ റിസൾട്ട്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ പറയാം. ഇതുകൊണ്ടോ പ്രിൻസിപ്പിൾസ് ഓഫ് റൂറൽ ഡെവലപ്മെന്റ്, ഇനീഷ്യേറ്റീവ്സ് ഇൻ ഇന്ത്യ ഡ്യൂറിങ് പ്രീ ഇൻഡിപെൻഡൻസ് പീരിയഡ്. അപ്പോൾ ഇൻഡിപെൻഡൻസിന് ശേഷമുണ്ട്, ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് റൂറൽ ഡെവലപ്മെന്റിൽ ഇൻഡിപെൻഡൻസിന് മുന്നേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോർ എക്സെട്ര, മഹാത്മാഗാന്ധി, ഇവരൊക്കെ എത്രത്തോളം റൂറൽ ഡെവലപ്മെന്റിനെ പുഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളും ഇവിടെ പഠിക്കണം. പിന്നെ അതിനുശേഷം വന്ന മേജർ ആയിട്ടുള്ള പ്രോഗ്രാംസ്, നമ്മൾ 5 ഇയർ പ്ലാൻസ് പഠിക്കുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ ഓരോ 5 ഇയർ പ്ലാൻസ് വരുമ്പോൾ നമ്മൾ ഓരോ സ്കീംസ്, റൂറൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഓരോ സ്കീംസും പഠിക്കുന്നതാണ്. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, നാഷണൽ എക്സ്റ്റൻഷൻ സ്കീംസ്, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, ഓക്കെ, ദെൻ വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാംസ്, അതുപോലെ തന്നെ മൻരേഗ, കറന്റ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. പിന്നെ സെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്: ഹൗസിംഗ്, ഡ്രിങ്കിങ് വാട്ടർ, റൂറൽ കണക്ടിവിറ്റി, ലോക്കൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ റൂറൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് വെബ്സൈറ്റ്സിൽ കയറിയതിന് ശേഷം, റൂറൽ ഡെവലപ്മെൻറ്റ് വെബ്സൈറ്റിൽ കയറിയതിന് ശേഷം അവിടുത്തെ ഇനീഷ്യേറ്റീവ്സ്, മേജറായിട്ടുള്ള ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കുക. അതുപോലെ തന്നെ ഹൗസിംഗ് ആൻഡ് അർബൻ അഫേഴ്സ് എന്നുള്ള മിനിസ്ട്രിയുടെ കീഴിലാണ് ഹൗസിംഗ് വരുന്നത്. ദെൻ ജൽശക്തി മിനിസ്ട്രിയുടെ കീഴിലാണ് ഡ്രിങ്കിങ് വാട്ടർ വരുന്നത്. അതുപോലെ തന്നെ റൂറൽ കണക്ടിവിറ്റി. അപ്പോൾ ഈ ഒരു എല്ലാ മിനിസ്ട്രീസിൻ്റെ വെബ്സൈറ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ടോപ്പിക്ക്, റൂറൽ ഡെവലപ്മെന്റ് എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു പ്രീ ഇൻഡിപെൻഡൻസിലുണ്ടായ ഇനീഷ്യേറ്റീവ്സ് എല്ലാം നമ്മുടെ കോഴ്സിൽ കോംപ്രിഹെൻസീവ് ആയിട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് നിങ്ങൾക്ക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതും കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്തത് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഒരു ഇവല്യൂഷനാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്, ഇവിടെയും വീണ്ടും പ്ലാനിങ് വരുന്നുണ്ട്. ഓക്കെ, സോ പ്ലാനിങ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്ലാനിങ് ഡീറ്റെയിൽഡ് ആയിട്ട് ഫസ്റ്റ് ഇന്ത്യൻ എക്കണോമിയുടെ പോർഷനിൽ തന്നെ പഠിക്കുന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ഇതിലും കവർ ചെയ്ത് പോകുന്നതാണ്. ഓക്കെ, ദെൻ ഇൻ ഇന്ത്യ സ്ട്രക്ചർ ഓഫ് പഞ്ചായത്ത് രാജ് സിസ്റ്റം ഇൻ ഏൻഷ്യൻ ഇന്ത്യ. അപ്പോൾ ഇത് നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്യണം. ഏൻഷ്യൻ ഇന്ത്യയിൽ ഈ ഒരു പഞ്ചായത്ത് രാജ് സിസ്റ്റംസ് ഏതൊക്കെ, ഇപ്പം ഫ്യൂഡൽ സ്ട്രക്ചർ ഫോളോ ചെയ്തിരുന്ന എന്താ പറയുക നാട്ടുരാജ്യങ്ങൾ. ഫോർ എക്സാമ്പിൾ ഇപ്പം നിങ്ങൾ ഏൻഷ്യൻ ഇന്ത്യ പഠിക്കുമ്പോൾ മൗര്യാസ് പഠിക്കുന്നുണ്ട്. മൗര്യാസ് നമുക്കറിയാം സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. ദെൻ നിങ്ങൾ ഗുപ്താസ് പഠിക്കുന്നുണ്ട്. ഓക്കെ, ഗുപ്താസ് ഡീസെൻട്രലൈസ്ഡ് കൈൻഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഡൽഹി സുൽത്താനേറ്റ്സ് പഠിക്കുന്നുണ്ട്. ഡൽഹി സുൽത്താനേറ്റ്, ദെൻ വിജയനഗർ ബഹമാനി, അതുപോലെ തന്നെ മുഗൾ പീരിയഡ്. അപ്പോൾ ഈ ഒരു കൈൻഡ് ഓഫ് സ്ട്രക്ചറാണ് നിങ്ങൾ ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഏൻഷ്യൻ മീഡിയവൽ പീരിയഡിൽ മേജർ ആയിട്ടുള്ള ഒരു ഡീസെൻട്രലൈസ്ഡ് കൈൻഡ് ഓഫ് സ്ട്രക്ചർ എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ മേജർ ലെജിസ്ലേഷൻസ് ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, ഇത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് പഠിക്കണം. എസ്പെഷ്യലി 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്, അതുപോലെ തന്നെ കൺസേൺഡ് ആയിട്ടുള്ള പഞ്ചായത്ത് രാജ് ആക്ട്സ്, മുനിസിപ്പാലിറ്റി ആക്ട്, കേരളത്തിൽ വന്നിട്ടുള്ള 1994 പാസ് ചെയ്തിട്ടുള്ള ലെജിസ്ലേഷൻസ്, ഈ ഒരു മേജർ ലെജിസ്ലേഷൻസും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ് ഫോർ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ
ഡീസെൻട്രലൈസേഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്സ് ഫോർ ഡീസെൻട്രലൈസേഷൻ, സ്ട്രക്ചർ ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് അർബൻ ലോക്കൽ ഗവേണൻസ്. അപ്പോൾ ഇത് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ പ്രോപ്പറായിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന ഒരു പോർഷനാണ് ഈ ഒരു ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ. ഇവിടെയും 15 മാർക്കിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനാണ് തന്നിട്ടുള്ളത്. ഇനി അടുത്തത് പ്ലാനിങ്. ഓക്കെ, സോ പ്ലാനിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിന് മുന്നേ KAS അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാം ഒക്കെ എഴുതിയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ഒരു ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവണം. കോൺസെപ്റ്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്. പ്ലാനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? പ്രിൻസിപ്പിൾസ് ഓഫ് പാർട്ടിസിപ്പേറ്ററി പ്ലാനിങ് ക്യാമ്പയിൻ ഇൻ കേരള, ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് പ്രോസസ് ഫോളോഡ് ഇൻ കേരള, റോൾ ഓഫ് ഗ്രാം സഭാസ്, then local development plans, functions of district planning committee, sectoral plans, specific component plans, tribal plans, achievement of decentralized planning in India. അപ്പോൾ എല്ലാ വർഷവും കേരള ഗവൺമെൻറ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു എക്കണോമിക് റിവ്യൂ റിപ്പോർട്ട് പുറത്തെടുക്കുന്നുണ്ട്. ആ ഒരു റിവ്യൂ റിപ്പോർട്ടിൽ തീർച്ചയായിട്ടും പ്ലാനിംഗ് എന്നുള്ള ഒരു സെക്ഷൻ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി കവർ ആവാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിലൂടെ കവർ ചെയ്ത് തരുന്നതായിരിക്കും. ഇനി അടുത്തത് വീണ്ടും കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ലെവൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഗ്രാസ് റൂട്ട്സ് ലെവൽ ഡെവലപ്മെൻറ്റ് പഞ്ചായത്ത് രാജ് ആ ഒരു ലെവലിൽ ഡെവലപ്മെൻറ്റിന് ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? പിന്നെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ജെൻഡർ കൺസേൺസ്, ജെൻഡർ ഇക്വിറ്റി, ജെൻഡർ ബജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വുമൻ സെൻട്രിക് ഇനീഷ്യേറ്റീവ്സ് ബജറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജെൻഡർ ബജറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്, പോവർട്ടി എലിവിയേഷൻ, development and welfare of differently able, geriatric care, elderly care, then welfare economy, women, social capital development, self-help groups, rural economy in India and Kerala, ലോക്കൽ ഡെവലപ്മെൻറ്റ്, റൂറൽ എൻ്റർപ്രൈസസ്, റൂറൽ ഡാറ്റാബേസസ്. അപ്പോൾ ഇത് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. കാരണം ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കുറച്ച് പോർഷൻസിൽ കവർ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പം വിമൻ കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എൽഡർലി കവർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് കവർ ചെയ്യുന്നുണ്ട്, പിന്നെ ജെൻഡർ ഇക്വിറ്റി, ജെൻഡർ ബജറ്റിംഗ് അങ്ങനെയുള്ള കോൺസെപ്റ്റ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ദ ഐഡിയ ഓഫ് ത്രിഫ്റ്റ് അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ലോക്കൽ ലെവൽ ഡെവലപ്മെൻറ്റ് അത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. അപ്പോൾ ഡെവലപ്മെൻറ്റ് പ്ലാനിങ് എന്നുള്ള പ്രോസസ്സിലാണ് ഈ ഒരു കാര്യം പഠിക്കേണ്ടത്. അപ്പം ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും അതുപോലെ തന്നെ ഈ ഒരു യൂണിറ്റും നിങ്ങൾക്ക് കോമൺ ആയിട്ട് പഠിച്ചു പോകാവുന്ന കാര്യങ്ങളാണ്. ഇനിയുള്ളത് അർബൻ ഗവേണൻസ് ആണ്. നമ്മൾ റൂറൽ ഗവേണൻസ് പഠിച്ച പോലെ തന്നെയാണ് അർബൻ ഗവേണൻസ്. അപ്പോൾ അർബനൈസേഷൻ്റെ ട്രെൻഡ്സ് എന്തൊക്കെയാണ്? അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും ഈ ഒരു പീരിയഡിൽ, ഈ ഒരു ടൈം പീരീഡിൽ അർബനൈസേഷൻ വളരെ വളരെ ടെഡിയസ് ആയിട്ട് സ്പീഡിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അർബനൈസേഷൻ. അപ്പോൾ ഈ ഒരു അർബനൈസേഷൻ ട്രെൻഡ്സ് എന്തൊക്കെയാണ്? അർബൻ പ്ലാനിങ് ആൻഡ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? അതുപോലെ തന്നെ വാട്ട് ആർ ദ എമർജിങ് ഇഷ്യൂസ്? അതുപോലെ തന്നെ ഇന്ത്യയുടെ അർബൻ ലോക്കൽ ഗവൺമെൻറ് നമുക്കറിയാം 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഇറ്റ് ഈസ് ടോട്ടലി ടോക്കിംഗ് അബൌട്ട് അർബൻ ലെവൽ ഗവൺമെൻറ്. അർബൻ ഡെവലപ്മെൻറ്റ് പോളിസീസ് എന്തൊക്കെയാണ്? അർബൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്, സിറ്റിസൺ സർവീസസ്, ദെൻ പ്രിൻസിപ്പിൾസ് ഓഫ് ഗുഡ് അർബൻ ഗവേണൻസ്. ഇപ്പോൾ കുറച്ച് തിയറിയും പഠിക്കാനുണ്ട്. ബാക്കിയുള്ള പ്രാക്ടിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഇന്ത്യൻ ഇക്കണോമീനെ ബേസ് ചെയ്തിട്ടും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് വരുന്നത് ഇ ഗവേണൻസ് ആണ്. അതായത് നമുക്കറിയാം ഗവേണൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ICT, അതാണ് ഇ ഗവേണൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ ഇനീഷ്യേറ്റീവ്സ് ആണ്? ഇ ഗവേണൻസ് കേരളം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ള ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് എന്തൊക്കെ? അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഇ ഗവേണൻസ് എന്തൊക്കെയാണ്? നമുക്കറിയാം ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു സിറ്റിസൺ, ബിസിനസ് ടു ബിസിനസ്, അങ്ങനെയുള്ള ഒരുപാട് ലെവൽസ് ഓഫ് ഇ ഗവേണൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ കമ്പ്യൂട്ടറൈസേഷൻ ഓഫ് ലോക്കൽ ഗവേണൻസ്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ ലോക്കൽ ഗവേണൻസിൽ കമ്പ്യൂട്ടറൈസേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ മേജർ ഇ ഗവേണൻസ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ, അഡ്വാൻറ്റേജസ്, മാനേജ്മെൻറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം, ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം ആൻഡ് എക്സ്പേർട്ട് സിസ്റ്റംസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേരളത്തിൻ്റെ മേജർ ഇ ഗവേണൻസ് ഇനീഷ്യേറ്റീവ്സ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല സ്പെസിഫിക് ആയിട്ട്, ബട്ട് സ്റ്റിൽ അതും നിങ്ങൾ പഠിച്ചിരിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ICTയിൽ കേരളം ഒരുപാട് ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ ഒരുപാട് ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതും നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു 6 ലെവൽ ഓഫ് സ്ട്രക്ചറിങ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും റൂറൽ ഡെവലപ്മെൻറ്റും അർബൻ ഗവേണൻസും ഒറ്റ രീതിയിൽ പോകാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസ്ഡ് പ്ലാനിങ് ആൻഡ് കോൺസെപ്റ്റ്സ് ഓഫ് ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റ്, ഇത് മൂന്നും ഏകദേശം സിമിലർ ആയിട്ടുള്ള ഒരു പോർഷൻസ് ആണ്. അപ്പം ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ ഗ്രാസ് റൂട്ട് ലെവലിൽ എന്തിനാണ് ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ? പ്ലാനിംഗ് പ്രോസസ്സ്, അതുപോലെ തന്നെ പാർട്ടിസിപ്പേഷൻ, സിറ്റിസൺ പാർട്ടിസിപ്പേഷൻ, ഗവേണൻസ് പാർട്ടിസിപ്പേറ്ററി ആക്കുക എന്നൊക്കെയുള്ള ലക്ഷ്യമാണ്. അപ്പോൾ ഇതെല്ലാം ഓവർലാപ്പിംഗ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് പഠിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളാണ്. എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കി? 15, 12, 12. അപ്പം ഏകദേശം 39 മാർക്സോളം ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. റൂറൽ ഡെവലപ്മെൻറ്റും അർബൻ ഗവേണൻസും നിങ്ങൾക്ക് എന്താ പറയുക, അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം വീണ്ടും എഗെയിൻ 15+8
മാർക്സ് ഏകദേശം 23 മാർക്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. ദെൻ ഇ ഗവേണൻസിന് മാത്രമായിട്ട് 8 മാർക്സ്. അപ്പോൾ ഈ ഒരു 100 മാർക്സിൻ്റെ ബ്രേക്കപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു 100 മാർക്സിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മിനിമം 70% മാർക്ക് അറ്റൈൻ ചെയ്യാവുന്ന ഒരു സ്കോറാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് അറ്റൈനബിൾ ബിക്കോസ് ഈ ഒരു മേഖലയിൽ നിന്ന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ പൊളിറ്റിയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഇതിൽ നിന്ന് വളരെ കുറവാണ്. ഇപ്പോൾ UPSC എക്സാംസ് നിങ്ങൾ എടുത്താൽ പോലും പ്രിലിമിനറിയിൽ വരുന്ന പൊളിറ്റി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈസിലി നന്നായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൻസർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പൊളിറ്റി, ഇക്കണോമി, അതുപോലെ തന്നെ പ്ലാനിങ്ങിൻ്റെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നന്നായിട്ട് എന്താ പറയുക പ്ലാൻഡ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗ്രാബ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു പേപ്പർ 2. സോ പേപ്പർ 2 100 മാർക്കിൻ്റെയാണ്, വലിയൊരു പേപ്പറാണ്, സെപ്പറേറ്റ് പേപ്പറാണ് എന്നൊന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യമില്ല. ഈ സിലബസ് നിങ്ങൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സിലബസ് ആണ്. എന്താ പറയുക ഒരുപാട് ഓവർലാപ്പിങ്ങും ഒരുപാട് കോമണാലിറ്റീസും ഉള്ള സിലബസ് ആണ്. സോ ബട്ട് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അത് പോസിബിൾ ആവത്തുള്ളൂ. സോ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഇന്ന് വിചാരിക്കും റൂറൽ ഡെവലപ്മെന്റ്, നാളെ വിചാരിക്കും അർബൻ ഗവേണൻസ്, അങ്ങനെ പഠിച്ചു പോയിട്ട് കാര്യമില്ല. റാദർ ഇതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നല്ല ഇൻഡെപ്തിൽ തന്നെ കവർ ചെയ്ത് പോവുക. 1 by 1 ആയിട്ട് സിലബസിലെ പോർഷൻസ് എല്ലാം കവർ ചെയ്ത് തീർക്കുക. ഓക്കെ, സോ ആ ഒരു പ്ലാനാണ് നിങ്ങൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നിങ്ങൾക്ക് വേണ്ടത്. എങ്ങനെ പഠിച്ച് മുന്നോട്ട് പോവാം. ഓക്കെ, സോ പേപ്പർ 2 പ്രിലിംസ് കഴിഞ്ഞിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തോളാം എന്നൊന്നും പറഞ്ഞ് മാറ്റി വെക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴേ തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് മിനിമം 6 to 7 months ഓഫ് പ്രിപ്പറേഷൻ ടൈം. ഓക്കെ, സോ അതിനിടയ്ക്ക് നിങ്ങൾ പൊളിറ്റിയും ഇക്കണോമിയും ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസിൻ്റെ വലിയൊരു പോർഷൻ നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രിലിംസ് സ്പെസിഫിക് ആയിട്ട് അടുത്തൊരു 3 months പ്രിലിംസ് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെയിൻസിലെ പേപ്പർ 1ൻ്റെ ഏകദേശം 75% കാര്യങ്ങളും നിങ്ങൾക്ക് കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ മെയിൻസിൽ നിങ്ങൾക്ക് പേപ്പർ 1ൽ ഒരു 75 മാർക്സും അതുപോലെ തന്നെ പേപ്പർ 2ൽ ഒരു 70 മാർക്സും കിട്ടിയാൽ തന്നെ നിങ്ങൾ ടോപ്പ് റാങ്കിൽ എത്താനുള്ള മാർക്സ് ആയി കഴിഞ്ഞു. ഓക്കെ, സോ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ആ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷനാണ് നിങ്ങളിൽ നിന്നും സീക്ക് ചെയ്യുന്നത്. സോ അതിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു കണ്ടന്റ് എല്ലാം നിങ്ങൾക്ക് വലിയ ഹാർഡ് വർക്ക് ഇല്ലാതെ ഈ ഒരു പ്ലാനിങ് പ്രോസസ്സ് നിങ്ങൾക്ക് നന്നായിട്ട് പ്ലാനിങ് ഫോർ ദ എക്സാമിനേഷൻ. ഓക്കെ, സോ ഈ ഒരു പ്ലാനിങ് പ്രോസസ്സ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അധികം ടെഡിയസ് ആയിട്ടുള്ള വർക്ക് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അറ്റൈൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വൺസ് ആ ഒരു പ്ലാൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏതൊക്കെ സോഴ്സസിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ കാര്യങ്ങളാണ് ഒരുമിച്ച് പഠിക്കേണ്ടത്, ഏതൊക്കെ ടോപ്പിക്സ് ആണ് ഒരുമിച്ച് കവർ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വൺസ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗവൺമെൻറ് വെബ്സൈറ്റ്സിൽ നിന്നും അതുപോലെ തന്നെ ഇക്കണോമിക് റിവ്യൂന്നും അതുപോലെ തന്നെ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ മറ്റ് പബ്ലിക്കേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കവർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നതാണ്. ഓക്കെ, സോ ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാനും അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രക്ചേഴ്സും എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം ഇന്നലെ സിലബസ് വന്നാലേ ഉള്ളൂ, നമ്മൾ ഇതൊന്ന് അനലൈസ് ചെയ്തതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ അതിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ടൈം വേണം. ബട്ട് സ്റ്റിൽ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നമ്മൾ ഈ ഒരു പ്ലാൻ ആൻഡ് പ്രോസസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സോ മീൻ വൈൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സിൽ എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ ഈ ഒരു 6 to 7 months നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ഡിറ്റർമിനേഷനോടുകൂടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 1 year ടൈം പീരീഡ് തന്നെ നിങ്ങൾക്ക് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഗസറ്റഡ് പോസ്റ്റ് ആണ്, ഇൻ്റർവ്യൂ ഉണ്ടാവും. സോ ഈ ഒരു മെയിൻസ് കഴിഞ്ഞാലും പ്രോസസ്സ് തീരുന്നില്ല, വീണ്ടും ഇൻ്റർവ്യൂ ഉണ്ടാവും. സോ ഇൻ്റർവ്യൂവിലും നല്ലൊരു പ്രിപ്പറേഷൻ, നിങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് പ്രിപ്പറേഷൻ മെയിൻസ് വരെയുള്ള സ്റ്റേജിൽ നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവും വലിയ ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് പാസ്സാവാൻ സാധിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ജോലിയിൽ കയറാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഒരുപാട് പ്രൊമോഷൻ സാധ്യതകളുള്ള ഒരു പോസ്റ്റാണ്. സോ കീപ് പ്രിപ്പയറിങ്, ഫോക്കസ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നല്ലൊരു പ്ലാൻ ഉണ്ടാക്കി ആ ഒരു പ്ലാനിൻ്റെ ബേസിസിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പ്ലാൻ ഇല്ലാതെ റഫായിട്ട് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഇതിന് മുന്നേ ഉള്ള എക്സാംസ് പോലെ ഉഴപ്പിക്കളയാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ എന്താ പറയുക ഒരുപാട് സ്കോപ്പ് തരുന്ന ഒരു മേഖല ആയതുകൊണ്ട് തന്നെ ഒരുപാട് കോമ്പറ്റീഷനും നിങ്ങൾക്ക് ഇതിൽ നിന്നും പ്രതീക്ഷിക്കാം. കാരണം ദ പീപ്പിൾ ഔട്ട് ദെയർ ആർ വെരി സ്മാർട്ട്. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നമ്മൾ വേസ്റ്റ് ചെയ്യുന്ന ഓരോ ടൈമും മറ്റൊരാൾ അതിൻ്റെ ഇരട്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, സോ ദോസ് പീപ്പിൾ ആർ ഫൈൻഡിങ് ദെയർ നെയിംസ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. സോ നിങ്ങളും നിങ്ങളുടെ പേര് റാങ്ക് ലിസ്റ്റിൽ വരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫോക്കസ് സെറ്റ് ചെയ്യുക, ടാർഗറ്റ് സെറ്റ് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ള കാര്യം കൂടി സെറ്റ് ചെയ്യുക.
അപ്പം എൻ്റെ ഒരു സജഷനിൽ ഇപ്പം നിങ്ങൾ പ്രിലിംസ് സ്പെസിഫിക് ആയിട്ട് പോവുക. അതുകൂടാതെ ഈ 2 ടോപ്പിക്സ് ഇന്ത്യൻ പൊളിറ്റിയും ഇന്ത്യൻ ഇക്കണോമിയും നിങ്ങൾ കവർ ചെയ്യുക. ഇത് കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ടോപ്പിക്സ് 1 ബൈ 1 ആയിട്ട് നിങ്ങൾ കവർ ചെയ്താൽ മതിയായിരിക്കും. കാരണം പേപ്പർ 1 ഏകദേശം 75% നമ്മൾ പ്രിലിംസിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അതിന് വേണ്ടി സെറ്റ് ചെയ്യുക, ആ ഒരു ഫോക്കസ് സെറ്റ് ചെയ്യുക, ആദ്യമേ തന്നെ പഠിച്ചു പോവുക. അതിനുശേഷം വൺസ് പ്രിലിംസ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ റെസ്റ്റ് ഓഫ് ദ 6 പോർഷൻസ് വളരെ എളുപ്പമുള്ള ഒരു പോർഷൻസ് ആണ്. ഈ ഗവേണൻസ് നിങ്ങൾ പ്രിലിംസ് ടോപ്പിക്കിൽ സിവിക്സിൽ കവർ ചെയ്യുന്നതായിരിക്കും. ബാക്കിയുള്ള 1, 2, 3, 4, 5 പോർഷൻസ് മാത്രം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, സോ ഇത്രയും പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 2 പേപ്പറിലും ഏകദേശം ഒരു 70-75% മിനിമം മാർക്സ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, സോ എത്ര ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നാൽ പോലും നിങ്ങൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിലബസ് ആണ് തീർച്ചയായിട്ടും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള. ടെഡിയസ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും ഈ ഒരു സിലബസിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മുൻകാല ചോദ്യപേപ്പറുകൾ നോക്കിയാൽ തന്നെ അറിയാൻ സാധിക്കും, ഇതെല്ലാം പല രീതിയിൽ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. സോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യുക. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം സോൾവ് ചെയ്യുക. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, സോ ഈ ഒരു പ്രിപ്പറേഷൻ പ്രോസസ്സിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തീർച്ചയായിട്ടും എൻട്രിയുടെ കോഴ്സും നിങ്ങൾ മെൻറ്റർഷിപ്പും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ നിങ്ങൾ എൻറോൾ ചെയ്തതിന് ശേഷം നമ്മൾ പ്ലാനും ബാക്കിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളും വരും ദിവസങ്ങളിൽ തീർച്ചയായിട്ടും പറയുന്നതാണ്. ഓക്കെ, സോ ഓൾ ദ വെരി ബെസ്റ്റ്. ഐ തിങ്ക് നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ആണിത്. സോ എല്ലാവർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേക്കൻസി നമുക്കറിയാം ലിമിറ്റഡ് ആണ്. ഏകദേശം 200ഓളം വേക്കൻസീസ് ആയിരിക്കും മോസ്റ്റ്ലി ഉണ്ടാവുക. സോ പക്ഷേ ഇതൊന്നും ഒരു കാര്യമില്ല, കാരണം നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ സീറ്റാണ്, നിങ്ങൾക്ക് വേണ്ടത് ഒരൊറ്റ വേക്കൻസിയാണ്. ഓക്കെ, സോ അതെന്തായാലും നിങ്ങൾക്കുള്ളതാണെങ്കിൽ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലഭിക്കുക തന്നെ ചെയ്യും. സോ ഫോക്കസ്, സെറ്റ് യുവർ ടാർഗറ്റ് ആൻഡ് സെറ്റ് യുവർ ഫോക്കസ് മാറിപ്പോവാതെ തീർച്ചയായിട്ടും മുന്നോട്ട് തന്നെ പഠിച്ചു പോവുക. ഓക്കെ, സോ അടുത്തൊരു സെഷൻ വരെ ടേക്ക് കെയർ ഓൾ ഓഫ് യു ആൻഡ് കീപ് പ്രിപ്പയറിംഗ്. ഓൾ ദ വെരി ബെസ്റ്റ്.